കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം ശുദ്ധജാതകം എന്നാൽ എന്ത്? അത് ചോദിക്കുന്നതിന് തെറ്റാണ്. ശുദ്ധജാതകം ഇച്ചിരി കള്ളത്തരമില്ലാത്ത മനുഷ്യരൊക്കെ ഉണ്ടാ, എല്ലാവരുടെയും എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, എല്ലാവരുടെയും ഒരു ഇത്തിരി കള്ളത്തരോ ഇത്തിരി മോശങ്ങളോ ഒക്കെ ഉണ്ട്. ശുദ്ധജാതകം ഹരിചന്ദ്രന് പോലും ശുദ്ധജാതകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ചൊവ്വാദോഷം 7-ലോ 8-ലോ പാപഗ്രഹങ്ങളില്ല നിന്ന് കഴിഞ്ഞാൽ ശുദ്ധജാതകം എന്നാണ് പറയപ്പെടുക. എങ്കിലും മറ്റുള്ള ഭാവത്തിലൂടെ ഗ്രഹങ്ങൾ നിൽപ്പുണ്ടോ, അതിന് ബലമുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ശുദ്ധജാതകം എന്ന് പറയും. ഈ ചൊവ്വാദോഷം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് 7-ലോ 8-ലോ പാപങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞത്. എങ്കിൽ തന്നെയും മറ്റുള്ള 2, 4, 7, 8, 12 ഭാവങ്ങളിലൊക്കെ 2 ഭാവങ്ങളിലൊക്കെ ദോഷഗ്രഹങ്ങളോ നീചഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് സാമാന്യേന ശുദ്ധജാതകം എന്ന്. ശുദ്ധജാതകം എന്ന് പറയപ്പെടാറില്ല. ചൊവ്വാദോഷം ഇല്ലാത്തതുകൊണ്ടും 7-ലും 8-ലും പാപനില്ലാത്തത് കൊണ്ടുമാണ് ഈ ശുദ്ധജാതകം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അത്ര ശുദ്ധമായിട്ടുള്ള ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം അല്ലേ? എല്ലാ ഭാവങ്ങളും ശുദ്ധമായിരിക്കണം. 1 മുതൽ 12 ഭാവം വരെ. 1-ാം ഭാവം ശരീരസ്ഥാനം, 2-ാം ഭാവം ധനം, 3 സഹോദരൻ, 4 നാലാം, അങ്ങനെ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള 12 ഭാവമുണ്ട്. ഈ 12 ഭാവം ശുദ്ധമായി കഴിഞ്ഞാൽ മനുഷ്യനാവുമോ? ഒരിക്കലില്ല. അപ്പോൾ ഒരിത്തിരി കള്ളത്തരവും ഒക്കെ ഒരിത്തിരി കള്ളങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളായിരിക്കും ഒരു മനുഷ്യ ജന്മം. തെറ്റിന്റെ കൂമ്പാരങ്ങളും കൂടാരങ്ങളും ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ശുദ്ധജാതകം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള ജാതകത്തെയാണ് ഈ ശുദ്ധജാതകം. ശുദ്ധജാതകം എന്ന് പറയാതിരിക്കുക തന്നെയാണ് ഭംഗി എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.